ഹലോ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇതെൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ കൂടിയാണ്. വേറെ വലിയ സംഭവങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഇത് ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയൻ ഗൾഫിൽ പോകുന്നത്. അതുപോലെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ജനുവരി 1 ഇടുകയുള്ളൂ എന്നിങ്ങനെ വിചാരിച്ച് കുറേ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴത്തേനാണ് അവൻ പോകുന്നത് തീരുമാനിച്ചത്. ഇങ്ങനെ ഈ വരുന്നത് നിങ്ങളുടെ അമ്മയാണ് കേട്ടോ. അമ്മ അമ്പലത്തിലൊക്കെ പോയിട്ട് അന്ന് രാവിലെ വന്നതാണ്. അന്ന് രാവിലെ ഞാൻ ഫുള്ള് ബിസി ആയിരുന്നു കേട്ടോ. എനിക്ക് വയ്യായിരുന്നു. പിന്നെ പാചകമൊക്കെ ഞാൻ ചെയ്യും, കുറച്ച് പലഹാരങ്ങൾ അതൊക്കെ ചെയ്യും. പക്ഷേ ബാക്കി എന്താണ് ഈ വേറുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എന്നെക്കൊണ്ട് അങ്ങനെ പറ്റില്ല. എല്ലാം ചെയ്യാൻ എനിക്കറിയാം. അപ്പോൾ കുറച്ച് പലഹാരങ്ങളുണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ അവന് കൊണ്ടുപോകാനായിട്ട് മീനച്ചാറ് അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുവാണ് കേട്ടോ ഞാൻ. ചിക്കനും പിന്നെ കുറച്ച് വെജ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ വീട്ടിലുള്ളവരും പിന്നെ മാമിയും മോളും മാത്രമേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു മാമിയും വേറെ മാമിയും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എന്താണ് ഫുഡ് ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കി. പിന്നെ നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നത്. കാരണം എനിക്ക് ഈ വീഡിയോ എങ്ങനെ ചെയ്യണമെന്ന് എന്ത് ചെയ്യണമെന്നോ ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ് എല്ലാവരുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളാണല്ലേ, അതുപോലെ എനിക്കുള്ളൊരാഗ്രഹം ചെയ്യണമെന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ ജനുവരി 1 ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും എന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇറങ്ങി യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. പിന്നെ അതാണ് കേട്ടോ ഞങ്ങളുടെ അച്ഛൻ. റോസ് ഉടുപ്പിട്ടതാണ് അച്ഛൻ. ഇതെൻ്റെ അമ്മയാണ്. ഇതെൻ്റെ മാമിയാണ് കേട്ടോ, മാമൻ്റെ ഭാര്യയാണ്. പിന്നെ ഇതാണ് എൻ്റെ മുത്തുമണി, മാമൻ്റെ മോള്. അതാണ് കേട്ടോ എൻ്റെ മാമൻ്റെ മോളാണ് കേട്ടോ ചുമന്ന ഡ്രസ്സ് ഇട്ടത്. ഇത് ഞങ്ങളുടെ റേജി മാമൻ, ഇത് ഞങ്ങളുടെ അമ്പിളിയപ്പ. പിന്നെ എല്ലാവരും അവനെ യാത്രയാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ സുമതി മാമിയാണ്. ഇവരെല്ലാം ഞങ്ങളൊരു കുടുംബം പോലെ ജീവിക്കുന്നവരാണ്. അപ്പോൾ എന്താണ് അവരെല്ലാം അവനെ ഇനി അടുത്ത വരുന്നതാണ് കേട്ടോ ഞാൻ. പക്ഷേ എന്നെക്കൊണ്ട് ഇങ്ങനെ യാത്ര പറച്ചിലും അതൊന്നും പറ്റില്ല. എനിക്ക് ഭയങ്കര സങ്കടം വരും. പ്രത്യേകിച്ച് എനിക്ക് കുറച്ച് എന്താണ് എനിക്ക് പെട്ടെന്ന് ഇമോഷണൽ ആവുന്നു. അവൻ യാത്രയൊക്കെ പറഞ്ഞു പോകുന്നു. മുത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. മുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളാണ് കേട്ടോ. പിന്നെ മുത്തെന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഞങ്ങളാരും പോയില്ല എയർപോർട്ടിലേക്ക്. അവൻ്റെ ഫ്രണ്ട്സാണ് പോയത്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത് ഇവരൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അവർ അനിയനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരാണ് പോയത്. പിന്നെ ഇവരെല്ലാം അനിയന്മാരാണ്, ഫുൾ അനിയന്മാരാണ്, എല്ലാവരും അനിയന്മാരാണ്. പിന്നെ എല്ലാവർക്കും നല്ല വിഷമമൊക്കെ ഉണ്ട്. കാരണം കുറച്ച് നാളും ഗൾഫിലായിട്ട് പിന്നെ നാട്ടിൽ വന്നിട്ട് കുറച്ച് ഗ്യാപ്പായി. പിന്നെ അവൻ പിന്നെയും പോകുന്നത് 3-4 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ പിന്നെയും പോകുന്നത്. അവനും ഫുള്ള് സങ്കടമൊക്കെ കരയുമായിരുന്നു എന്ന് തോന്നുന്നു. വീട്ടിൽ നിന്ന് കരഞ്ഞൊന്നുമില്ല, വീട്ടിൽ നിന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ച് കരയാത്തതായിരിക്കും. പിന്നെ ഇവരാണ് കേട്ടോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞവർ. അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചിറങ്ങിയേക്കുവാണ്. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് ഒരു കണ്ടൻറ്റാക്കി ചെയ്തതന്നേ ഉള്ളൂ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മുതലുള്ള വീഡിയോസ് ഇതിൽ നിന്ന് നന്നായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.